വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഫോർ ബുക്സിന്റെ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഫിക്സഡ് അസറ്റ് എന്നുള്ള മോഡ്യൂളാണ്. ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഫിക്സഡ് അസറ്റ് എന്നുള്ള മോഡ്യൂൾ ഈ ലെഫ്റ്റ് ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ ജനറലിൽ പോവുക. ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ന് കാണാം. ഇത് ടിക്കിട്ടിട്ട് സേവ് കൊടുക്കുക. ഇപ്പം നമുക്ക് ഈ ഒരു ലെഫ്റ്റിലെ മെനു ബാറിലേക്ക് നമ്മുടെ ഫിക്സഡ് അസറ്റ് എന്നുള്ള ഒരു മോഡ്യൂളും കൂടി വന്നിട്ടുണ്ടോ അക്കൗണ്ടിന്റെ അടിയിലായിട്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അസറ്റ്സ് മാനേജ് ചെയ്യാനാണ്. നമുക്ക് ഫിക്സഡ് അസറ്റ് ഇവിടേക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിന്റെ ഡിപ്രീസിയേഷനും അതേപോലെ അതിന്റെ ലൈഫൊക്കെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിപ്രീസിയേഷന്റെ എൻട്രീസ് പോസ്റ്റ് ആയിക്കോളും. അതേപോലെ നമുക്ക് ഒരു ഇയർ എൻഡിലൊക്കെ ഇപ്പൊ നമ്മുടെ നെറ്റ് ബാലൻസ് അറിയാനായിട്ടും ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫിക്സഡ് അസറ്റ് കൊടുക്കാം. ഇവിടെ നമ്മൾ അസറ്റിന്റെ നെയിം ആണ് കൊടുക്കേണ്ടത്. HP ലാപ്ടോപ്പ് എന്നൊരു ഫിക്സഡ് അസറ്റ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ കൊടുക്കുക. അതേപോലെ ഫിക്സഡ് അസറ്റിന്റെ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിന്റെ പർച്ചേസ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ 60,000 കൊടുത്തു. പർച്ചേസ് ഡേറ്റ് കൊടുക്കുക June 1. അതിനുശേഷം ഇതിന് സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ വാറണ്ടിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ഡിസ്പോസൽ വാല്യൂ അത് മാൻഡേറ്ററി അല്ല. നമ്മളിത് സ്ക്രാപ്പ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഫിക്സഡ് അസറ്റിന്റെ ടൈപ്പ് ഇപ്പൊ നമ്മൾ ഡിഫോൾട്ട് ടൈപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഡിപ്രീസിയേഷൻ മെത്തേഡ് നമ്മൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് ആണ് കൊടുക്കുന്നത്. ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് നമ്മൾ 25% കൊടുക്കുന്നു. ഫ്രീക്വൻസി നമ്മൾ മന്ത്ലി ആണെന്ന് ഫിക്സ് ചെയ്യുന്നത്. കാരണം നമ്മൾ മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി മന്ത്ലി കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അസറ്റിന്റെ ലൈഫ് ഞാനൊരു 5 years ആണ് കൊടുക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ടൈപ്പ് നമ്മളിവിടെ പ്രൊറാട്ട ബേസിലാണ് കൊടുക്കുന്നത്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഒരു അക്കൗണ്ടും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സേവ് ആൻഡ് സെലക്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ട്, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. ആ അക്കൗണ്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുക്കുന്നു. നമ്മൾ കൊടുത്ത ഡാറ്റ എല്ലാം ഇവിടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇനി ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് ഞാനിവിടെ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടും അതേപോലെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് അക്കൗണ്ടും നമ്മൾ കൊടുത്തത് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഇവിടെ മാർക്ക് ആസ് ആക്റ്റീവ് എന്നുള്ളത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ എൻട്രി പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ബിൽസിൽ പോവുക. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിൽസിൽ പോയിട്ട് നമ്മൾ ഇതുപോലെ വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുക, ബിൽ നമ്പർ കൊടുക്കുക, ബിൽ ഡേറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഐറ്റം ടേബിൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്താൽ മതി കമ്പ്യൂട്ടർ എന്നുള്ളത്. അതിനുശേഷം അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇതിന്റെ റേറ്റ് നമ്മൾ 60,000 എന്നുള്ളത് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ഫിക്സഡ് അസറ്റിന്റെ ബാലൻസ് ഷീറ്റിലേക്ക് അതിന്റെ എമൗണ്ട് കയറി വരുന്നുണ്ടാവുക. ഇവിടെ കണ്ടില്ലേ, നമുക്കിവിടെ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസിലേക്ക് 60,000 വന്നു. ഇനി നമ്മൾ പർച്ചേസ് ചെയ്തത് ഈ ഒരു June 1 June 30 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഒരു ഡിപ്രീസിയേഷന്റെ എൻട്രിയും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവും. ഇതേപോലെ എല്ലാ മന്തിലും ഡിപ്രീസിയേഷന്റെ എൻട്രി പോസ്റ്റ് ആവും. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ 5 yearsലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആയിട്ട് ലാസ്റ്റ് അതിന്റെ വാല്യൂ 0 ആവുകയാണ് ചെയ്യുന്നത്.